എന്റെ പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ മേൽ ദൈവം വാഗ്ദത്തം കൊടുത്തു. അബ്രഹാം എങ്ങനെയുള്ളവനായിരുന്നു? ഉൽപ്പത്തി 15 വായിക്കുമ്പോൾ അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെ ശത്രുക്കൾ പിടിച്ച് ബന്ധനസ്ഥനായി കൊണ്ടുപോയി, തന്റെ സ്വത്തുക്കളും എല്ലാം കൊണ്ടുപോയി. എന്നാൽ അബ്രഹാം തന്റെ ഭവനത്തിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികളുമായി ചെന്ന് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് യുദ്ധവീരനായി എല്ലാം നേടി വരുമ്പോൾ ഇതാ ശാലേം രാജാവ് മൽക്കിസേദെക്ക്, ദൈവത്തിന്റെ, അവനെ പറ്റി വചനം പറയുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ദൈവത്തിന്റെ പുരോഹിതനായിരുന്ന മൽക്കിസേദെക്ക് തന്നെ എതിരേറ്റു വന്നപ്പോൾ അബ്രഹാം തനിക്കുള്ളതിന്റെ സകലത്തിന്റെയും ദശാംശം മൽക്കിസേദെക്കിന് കൊടുത്തു. കാരണം മൽക്കിസേദെക്ക് അവൻ രാജാവാണെങ്കിലും തന്നെ പറ്റി വചനം പറയുന്ന അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. മൽക്കിസേദെക്ക് പറഞ്ഞു, സമ്പത്ത് മൊത്തം നീ എടുത്തു, എനിക്ക് ആളുകളെ മതി. അവിടെ അബ്രഹാം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആമേൻ. നാളെ നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിക്കുവാൻ, നിന്റെ ചെരുപ്പിന്റെ വാറ് പോലും എനിക്ക് വേണ്ട, ഒരു ചരട് പോലും എനിക്ക് വേണ്ട. അബ്രഹാം വിതച്ചു. ദൈവം അബ്രഹാമിനെ നോക്കി അനുഗ്രഹങ്ങളെ കൽപ്പിച്ചു. അത് അബ്രഹാമിന് മാത്രമല്ല, തന്റെ തലമുറകളുടെ മേലും അനുഗ്രഹങ്ങൾ പകരപ്പെടുവാനിടയായി.